ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള അയാളുടെ വിമർശനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇത് മാത്രമല്ല, ഇയാൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ രണ്ടാളുകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിട്ടുള്ളൂ, ഖദീജ ബിവിയും മാരിയത്തുൽ ഖിബ്തിയും. ബാക്കിയെല്ലാം ശിഷ്യകളാണ്. യാ നിസാ നബി എന്ന് പറയുന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിഷ്യകളാണ് എന്നുള്ള അർത്ഥത്തിലും. മറ്റൊരു സംസാരത്തിൽ അദ്ദേഹം പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല, അവരും ശിഷ്യയാണ്. ഇതെല്ലാം അമവി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഭാര്യമാരായി ചിത്രീകരിക്കുക എന്നുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കും. ഖദീജയും മാരിയയും അല്ലാത്ത ഭാര്യമാർ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല, ഉള്ളവരൊക്കെയും ശിഷ്യകളായിരുന്നു. അപ്പൊ യാ നിസാ നബി, പ്രവാചകന്റെ പത്നിമാരെ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. നിസാ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പത്നിമാരെ എന്നല്ല, പ്രവാചകന്റെ കൂടെയുള്ള ശിഷ്യകളെ എന്നാണ്. ലൂത്ത് നബി പറഞ്ഞു ഓർക്കണം, പുരുഷാരം മുഴുവനും വീട് വളഞ്ഞു, ഞങ്ങൾക്ക് ആ പിള്ളേരെ വിട്ടുതരണം എന്ന് പറഞ്ഞു, ഭോഗിക്കാൻ സ്വവർഗരതിക്കായി വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ഇതാ എന്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞ പെൺകുട്ടികൾ എന്നല്ല, നാട്ടിലെ കുട്ടികളെ കുറിച്ച് ഒരു ഗുരു പറയുന്നത് എന്റെ മക്കൾ എന്നാണ്. പ്രവാചകന്റെ കൂടെയുള്ളവർ പ്രവാചകന്റെ ഭാര്യമാരല്ല, പ്രവാചകന്റെ പ്രിയപ്പെട്ടവരാണ്. അവരെയാണ് ഖുർആൻ നിസാ നബി എന്ന് വിളിച്ചത്. അവരെ കുറിച്ചാണ് ലൂത്ത് നബി പറഞ്ഞത് ഹഉലാഇ ബനാതി, ഇതാ എന്റെ പെൺമക്കൾ. അങ്ങനെയാണ് ഗുരുക്കന്മാർ പറയുന്നത്, അങ്ങനെയാണ് പ്രവാചകന്മാർ പറയുന്നത്. അവർക്ക് അന്യാത്വമില്ല, എല്ലാവരും അവരുടെ ഭാഗമാണ്. അതുകൊണ്ട് എന്റെ കുട്ടികളെന്ന്, എന്റെ ആളുകളെന്ന് പ്രവാചകന്റെ കൂടെയുള്ള സ്ത്രീകളെ നിസാ നബി എന്ന് പറയുമ്പോൾ അത് ഭാര്യമാരാണെന്ന് ധരിക്കരുത്. ആരാ റസൂൽ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മാതൃക, മഹാമാതൃക. ഇങ്ങനെ പ്രവാചകനെ നിന്ദിക്കാൻ മറ്റാർക്ക് സാധിക്കും? ഇങ്ങനെ പ്രവാചകനെ ഇകഴ്ത്താൻ മറ്റാർക്ക് സാധിക്കും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ പറയുന്നു, ആയിഷ ബീവി എന്ന ഒരു ബിംബത്തെ പ്രവാചകന്റെ പത്നി പദത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉള്ളിൽ കൃത്യമായ അമവി രാഷ്ട്രീയമുണ്ട്, രാജരാഷ്ട്രീയമുണ്ട്. ആ ബിംബം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവാചകനെ തേജോവധം ചെയ്തത്. ഇത് മനസ്സിലാക്കാത്ത കാലത്തോളം ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടക്കും. ആയിഷ ബീവി പ്രവാചകന്റെ ശിഷ്യയാണ്, 100 വട്ടം ശിഷ്യയാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആയിഷ ബീവിയിലൂടെ വന്നിട്ടുള്ള ജ്ഞാനപ്രവാഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ നിനക്ക് പറയാ? ഒരു മനുഷ്യൻ അധപതിച്ചാൽ എത്ര താഴോട്ടും പോകാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇയാൾ തന്നെ പ്രസംഗിച്ച് ഒരു 3-4 കൊല്ലം മുമ്പ് സെർച്ച് കിട്ടും ആയിഷ ബീവി നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞത്. പുതിയ വഹി ഇങ്ങനെ വരുന്ന പോലെയാണ് ഇപ്പോൾ അവതരിപ്പിക്കണമൊക്കെ. ഷിയാക്കളെ സംബന്ധിച്ച് ഏറ്റവും വെറുപ്പുള്ള മഹദിയാണ് ആയിഷ ബീവി. ആയിഷ ബീവിയോളം വെറുപ്പ് അവർക്ക് മറ്റാരോടുമില്ല. ആയിഷ ബീവി, അവരുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ്, ഇത് രണ്ടും ഷിയാക്കൾക്ക് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ടാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ശിഷ്യമല്ല എന്ന് പറയും. നീ ഖദീജ ബീവി നബിൻ്റെ ഭാര്യയാണെന്ന് ഇയാൾക്ക് ഇവിടുന്ന് കിട്ടി ഖുർആനിലുണ്ടോ? അത് ഇവിടുന്ന് കിട്ടി ഖദീജ എന്നുള്ള പേരിനെ ഖുർആനിലുണ്ടോ? മാത്രം ഖദീജ ബീവി നബി കല്യാണം നബിക്ക് 25 വയസ്സ്, അന്ന് നബി ആയിട്ടനില്ല, അന്ന് വഹിയില്ല. അതെങ്ങനെ ഇയാൾക്ക് കിട്ടിയത് ഖദീജ ബീവി നബിയുടെ ഭാര്യ എന്നുള്ളത്? മാരിയത്തുൽ ഖിബ്തി നബിൻ്റെ ഭാര്യ എന്ന് എവിടുന്ന് കിട്ടിയത്? അത് നബിൻ്റെ ഭാര്യയല്ല, അടിമ സ്ത്രീയാണ്. മാരിയ അടിമ സ്ത്രീയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തും വിളിച്ചു പോയ നേരത്തേക്കാണ് ഇപ്പോൾ എത്തിയത്. യാ നിസാ നബി എന്നാൽ നബിയുടെ ഭാര്യമാരെ വ്യക്തമായി ഖുർആൻ വിളിച്ച വിളിയാണ്. അത് ശിഷ്യകളെ എന്നാണ്. അപ്പോൾ ബാക്കി ലസ്തുന്ന കാഹിദൻ മിനൻ നിസാ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയൊന്നുമല്ല. അപ്പോൾ ഏതാ ശിഷ്യന്മാരല്ലാത്ത സ്ത്രീകളെ പോലെ അല്ല എന്നാണോ? നബിയുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. എന്നൊരു പിന്നെ വാക്യോ വദ്കുർനാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾ ഓർക്കണം എന്നൊക്കെ പിന്നെ ശേഷം പറയുന്നത്. അതേതാ നബിൻ്റെ വീടുകളാണത്. അഹ്ലുൽ ബൈത്ത് എന്ന പ്രയോഗം, എത്ര പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നു. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇനി ഇവിടൊക്കെ ഇവിടുന്ന് നിൽക്കില്ല. ആയുസ്സുള്ളവർ കാണാം ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇതിനൊക്കെ എത്രയോ അപ്പുറത്തേക്ക് എത്തും. പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി ഖുർആൻ തന്നെ നിരാകരിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ടൊക്കെ ഏത് ദൈവത്തോടും പ്രാർത്ഥിക്കാം എന്നിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർവമത സത്യവാദം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചേകന്നൂരിൻ്റെ അനുസ്മരണമാണ് ഇന്ന് അയാൾ നടത്തുന്നുണ്ട്. ഇന്ന് അയാൾക്ക് പ്രോഗ്രാം അത് ചേകന്നൂരിൻ്റെ അനുസ്മരണമാണ്. അതിന് മുമ്പിലാണ് മുഖ്യാതിഥി. അതങ്ങനെ പോകും. അവസാനം ഖുർആനും ശരിയല്ല, ഇസ്ലാമും ശരിയല്ല എന്ന് പറഞ്ഞ് മറ്റേതോ തരത്തിലേക്ക് എത്തും. ഇത് ഷിയാക്കളുടെ ശരിയായൊരു അജണ്ടയാണ്. ശരിക്കും ഇയാൾ ഷിയാക്കളുടെ ഒരു കൃത്യമായ ഏജൻ്റാണ്. ഇവിടെ മതം പൊളിക്കാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് ആളുകൾ അറിയാതെ പോയി പെട്ടൊരു പക്ഷേ സാധുക്കൾ കുടിയിട്ടുണ്ടാവാം. അതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ മാത്രം. ഒന്നും വേണ്ട 5 കൊല്ലം ഇയാളെ മൊത്തം പ്രസംഗം ഒന്ന് നോക്കിയാൽ തന്നെ അന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞു യാതൊരു ഈ പ്രസംഗത്തിന് ശേഷം അയാൾ പറയുന്നുണ്ട്, ഞാനും മുമ്പ് പറഞ്ഞിരുന്നു നബിൻ്റെ ഭാര്യയാണെന്ന്, അന്ന് ഞാൻ വിശ്വസിച്ച അങ്ങനെയായിരുന്നു എന്നാണ്.
അപ്പോൾ ഇയാളെ വിശ്വാസം മാറ്റുന്നതനുസരിച്ച് എല്ലാ മുസ്ലിമുകളും വിശ്വാസം മാറ്റുന്ന ആവശ്യമുണ്ടോ? മാത്രമല്ല ആയിഷ ബീവിയുടെ വിവാഹ പ്രായമായിരുന്നു ഇതൊരു പ്രശ്നം. വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വിവാഹപ്രായം പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ? ആയിഷ ബീവി വിവാഹം കഴിച്ച 6-ാം വയസ്സിലാണ് ഭയങ്കര ആക്ഷേപമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയും വിവാഹം തന്നെ കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ആ ആക്ഷേപം അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ 6-ാം വയസ്സിൽ വിവാഹം കഴിച്ചു എന്തിനാണ് പ്രശ്നമാക്കി പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ആർത്തവത്തിൻ്റെ ഹദീസ് അതെങ്ങനെ പറയാം? അത് അദ്ദേഹം പറഞ്ഞാണല്ലോ. ആയിഷ ബീവി പറഞ്ഞു ആർത്തവം ഉണ്ടാകുമ്പോൾ നബി അങ്ങോട്ട് പിന്നെ അരവസ്ത്രം എടുക്കാൻ പറയും. അപ്പോൾ എങ്ങനെ ശിഷ്യയോടാണോ നബി ബന്ധപ്പെട്ടത്? അപ്പോൾ നബിനെ വ്യഭിചാരിയാക്കിയതാരാ? ഇയാൾ തന്നെയല്ലേ. ആയിഷ ബീവി ഭാര്യ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആ വിമർശനങ്ങളെല്ലാം പൊളിയൂലേ? അപ്പോൾ യഥാർത്ഥ ഷിയാക്കളെ സംബന്ധിച്ച് ആയിഷ ബീവി ഭയങ്കര വെറുപ്പുള്ളവർ തന്നെയാണ്. പേര് കേട്ടാൽ ലഅനത്തുള്ള അല്ലാഹ് ശാപമുണ്ടാവട്ടെ അവർ പറയാറുണ്ട്. നബിതങ്ങൾ എത്രയാണ് ഇവിടെ മഹത്വം പറഞ്ഞത്. മാത്രമല്ല നബിതങ്ങളിൽ നിന്ന് ദീന് വിശിഷ്യ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിഷ ബീവി വഴിക്കാണ്. നബിതങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും ഉമ്മത്തിന് കൈമാറിക്കൊടുത്തത് ആയിഷ ബീവിയാണ്. ആ ആയിഷ ബീവി ഭാര്യ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കായ ഹദീസുകൾ തള്ളാൻ അത് മാത്രം മതി. കാരണം ശിഷ്യ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ അറിയാം, അവിടെ ആ ഹദീസ് ശരിയല്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. നബിതങ്ങൾ കുളിച്ചത്, നബിതങ്ങൾ ഒതു ചെയ്തത്, നബിതങ്ങൾ ബാത്റൂമിൽ പോയത്, നബിതങ്ങളുടെ ഒരുപാട് വിഷയങ്ങൾ, രാത്രികാലത്ത് നബിയുടെ ജീവിതങ്ങളൊക്കെ ആയിഷ ബീവി പറയുന്നുണ്ട്. ആ ഹദീസ് മൊത്തം തള്ളാൻ ആയിഷ ബീവി നബിൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാൽ മതി. ഇത് മുമ്പ് കഥ പറയലുണ്ട്. ഒരാൾ ഞാൻ നബിയെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ മറ്റൊരുത്തം വന്ന് പരിചയം നബിയാകാം, ഞാൻ പഠിച്ചവനാണോ, ഞാൻ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇയാൾ അവസരം എത്തിപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ ദുരന്തമാണ്. നമ്മളെന്തോ വലിയ കാലം വിചാരിച്ചതൊന്നും പെടാൻ പോകേണ്ടതില്ല. തെറ്റാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകാതൊക്കെ എന്നുള്ളതാണ് നമുക്കുള്ളത്. എല്ലാം വായിച്ചു നോക്കണമെന്നില്ല. ശരിയാണെന്ന് ഉറപ്പുള്ളതെല്ലാം നമുക്ക് വായിക്കാം. തെറ്റാന്ന് ഉറപ്പുള്ള എല്ലാ കാര്യം നമ്മൾ ഒഴിവാക്കുകയും വേണം. പിന്നെ വായിക്കാനോ കേൾക്കാനോ പോകേണ്ട കാര്യമാണ്. തെറ്റാന്ന് അറിയാത്ത കാലത്ത് നമ്മൾ നോക്കാൻ പറ്റും. ശരിയാണോ അല്ല നോക്കാൻ. അതും അറിയുന്നവർക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. ഇപ്പോൾ ചില കിതാബുകളുണ്ട്, കുത്തുബുൻ ഹല്ലറമിൻ ഉലമാകുന്ന വായിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയ ചില കിതാബുണ്ട്. അത് വായിക്കേണ്ടത് അത് നെല്ലും പതിനും വേർതിരിച്ചറിയാൻ കഴിയുന്നവർ മാത്രമാണ്, അല്ലാത്തവർ വായിക്കാൻ പാടില്ല എന്നാണ്. അത് വായിച്ചപ്പെട്ടു പോവും. സമർഖന്ദിയുടെ തംബീഹുൽ ഗാഫിലീൻ അതിൽപ്പെട്ട കിതാബാണ്. ഹിജ്റ 300 എഴുതപ്പെട്ടാണ്, അഹ്ലുസുന്നയുടെ ഇമാമാണ്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു ആ കിതാബ് വായിക്കാൻ പാടില്ല, സ്വഹീഹും ദഈഫും വേർതിരിച്ചറിയാൻ കഴിയുന്നവർ മാത്രം വായിച്ചോട്ടെ എന്നാണ്. അടുത്തൊരു വായിക്കണ്ട. ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ അബൂബക്കർ തൊത്തൂഷി പറഞ്ഞു മാ അഅലമു കിതാബൻ, ദുനിയാവിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ പറ്റി ഇത്ര നുണ പറഞ്ഞ വേറെ കിതാബ് എനിക്കറിയില്ല എന്നാണ് ഇമാം തൊത്തൂഷി ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് പറഞ്ഞത്. അതാണ് നമ്മൾ പോയി വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ വേർതിരിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ വായിച്ചോട്ടെ, അല്ലാത്തവൻ വായിക്കേണ്ടതില്ല. അപ്പോൾ എന്നതുപോലെ തെറ്റാണ്, അബദ്ധമാണ്, വഴികേടാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അത് കേട്ട് നോക്കുക, വായിച്ചു നോക്കുക, അയാളെ ചാനലിൽ കയറി നോക്കുക, അത് നമുക്ക് പറ്റിയതല്ല. നമുക്ക് ആ സമയം കൊണ്ട് മറ്റെന്തെല്ലാം വായിക്കാനും കേൾക്കാനും ഉണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇസ്ലാം പൊളിക്കാനുള്ള ഒരു പ്ലാൻ മാത്രമാണ്. ഇതിൽ അറിഞ്ഞോ അറിയാതെ പെട്ടുപോയാൽ പരലോകം രക്ഷപ്പെടണമെങ്കിൽ അതിന് രക്ഷപ്പെട്ടു പോരാന്നല്ലാതെ വേറെ മാർഗമില്ല എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഇടയിൽ കൂടെ അങ്ങനെ ഒരു സംസാരിച്ചൊരു ഭാഗമാണ് ഇതൊക്കെ മുആവിയ ഭരണകൂടത്തിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഉമവി ഭരണകൂടത്തിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്. അതായത് ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അബൂ ഹുറൈറ എന്ന് കേൾക്കുക, അതുപോലെ തന്നെ മുആവിയത്തുൻ അബൂ സുഫിയാൻ എന്നൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ് അൽ ഖിലാഫത്തു ബഅദി 30 ആമ വ ബഅദഹു മുൽക്കുൻ എന്നാണ് പറഞ്ഞത്. ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കാലശേഷം 30 വർഷം ഖിലാഫത്തായിരിക്കും, അത് കഴിഞ്ഞാൽ രാജഭരണമായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 10 റബീഉൽ അവ്വൽ 12. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നത് ഹിജ്റ 40 റബീഉൽ അവ്വൽ 12. അഥവാ അലി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം 6 മാസക്കാലം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തുകയും ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം കൈമാറുന്നത് ഹിജ്റ 40-ാം വർഷം റബീഉൽ അവ്വൽ 12-നുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് മലിക്കുൽ ഖൈർ എന്നുള്ള അർത്ഥത്തിലാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഖൈറായ ഏറ്റവും
നല്ല രൂപത്തിലുള്ള രാജാവായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അക്കാലഘട്ടത്തിലും പല ആളുകളും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നബിയുടെ കുത്താബുൽ വഹിയിൽപ്പെട്ട ആളാണ്. നബിയുടെ വഹി എഴുത്തുകാരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു കള്ളനാണെന്ന് വന്നാൽ, അദ്ദേഹത്തെ കള്ളനാണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ, എഴുത്തും വായന അറിയാത്ത മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ മുആവിയ പലതും എന്താക്കിയിട്ടുണ്ട്, സ്വന്തം നിലയ്ക്ക് എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം. രണ്ടാമത്തത് മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിന് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പദവി ദുനിയാവിൽ ഒരു മനുഷ്യനും വേറെ ലഭിക്കാനില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്ര വലിയ പദവി, നബിയുടെ സഹാബിയാകുക എന്ന പദവി, അത് ഒരിക്കലും തന്നെ നമുക്കാർക്കും ആഗ്രഹിച്ചാലും കിട്ടാൻ പോകണ്ടല്ല, ഇനി കിട്ടൂല. അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. കാരണം അവർ അത്ര കണ്ട് വിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു. വിവരം അതിനെ ശേഖരിച്ചു വെക്കുവാനും അതുപോലെ നാട്യമില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുമൊക്കെ അതിനൊക്കെ തൻ്റെ ഇടമുള്ള ആളുകളായിരുന്നു അവരെന്നതാണ് അതിനുള്ള കാരണം. അപ്പോൾ അങ്ങനത്തെ വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുല്ലയോട് മുആവിയ റളിയല്ലാഹു അൻഹു ആണോ അതല്ല മറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയാണോ ഏറ്റവും നല്ലവൻ, അതല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ളവൻ, ആർക്കാണ് ഫളില് കൂടുതലുള്ളത് എന്ന് ഒരാൾ വന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ അതിന് ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ യുദ്ധത്തിലേർപ്പെട്ട സമയത്ത് ആ യുദ്ധക്കളത്തിൽ നിന്നും പൊടിപടലങ്ങൾ പാറിയപ്പോൾ ആ പൊടിപടലങ്ങളിൽപ്പെട്ട ഒരു പൊടിപടലം അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ അത് പതിച്ചിട്ടുണ്ട് എങ്കിൽ ആ പൊടിപടലത്തിൻ്റെ മഹത്വം പോലുമില്ല ഉമർ ബിൻ അബ്ദുൽ അസീസിന് എന്നാണ് പറഞ്ഞത്. ഇതായിരുന്നു സഹാബിമാർ, അതല്ലെങ്കിൽ സഹാബിമാരിൽ നിന്ന് മതം പഠിച്ച താബികളും തബഉ താബികളുമൊക്കെ കണ്ടുപോന്നിരുന്ന സഹാബിമാരോടുള്ള നിലപാട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഖാലിൽ മുഅ്മിനീൻ അഥവാ മുഅ്മിനീങ്ങളുടെ അമ്മാവൻ എന്നാണ് പറഞ്ഞത്. മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് മൂപ്പര് ശത്രുവികാരം, മുഅ്മിനീങ്ങൾക്ക് മൂപ്പര് അമ്മാവനേക്കാരം, ഉമ്മാൻ്റെ ആങ്ങളുടെ സ്ഥാനത്താണ് മുഅ്മിനീങ്ങൾക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ മാത്രമല്ല, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനാക്കിബുകൾ എണ്ണിപ്പറയാൻ ധാരാളം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം പ്രത്യേകമായി കൊണ്ടെടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബിയുടെ സഹാബിയാണ്. അത് പേര് കേൾക്കുമ്പോൾ ഇനി ആർക്ക് എന്ത് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഈമാനിനെ അവർ ഒന്നുകൂടെ പുതുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് അവരോട് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെ തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവസ്ഥ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ധാരാളം മഹത്വമുണ്ട്. പട്ടിണി കിടന്നു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശിഷ്യത്വം ലഭിക്കുവാൻ വേണ്ടി നബിയുടെ കൂടെ സദാസമയം ഉണ്ടായിരുന്നയാളായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല, തൻ്റെ മാതാവ് അമുസ്ലിമായ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ശകാരിക്കുമ്പോൾ അത് കേട്ട് മാനസികമായി പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഉമ്മക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നബിയെ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നബിയോട് വസിയ്യത്ത് ചെയ്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ആ ഉമ്മക്ക് ഹിദായത്ത് കിട്ടുകയും ചെയ്തപ്പോൾ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോട് ആവശ്യപ്പെട്ടത്, എനിക്കും എൻ്റെ ഉമ്മക്കും ദുനിയാവിലുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും സ്നേഹിക്കാനുള്ള മനസ്സ് തരണം നബിയെ എന്ന് അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിനക്കും നിൻ്റെ ഉമ്മക്കും ദുനിയാവിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും ഇഷ്ടമുള്ളതുപോലെ തന്നെ ദുനിയാവിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും നിന്നെയും നിൻ്റെ ഉമ്മയെയും സ്നേഹിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇത് റസൂലുള്ള പറഞ്ഞാണ്. അപ്പോൾ അബൂ ഹുറൈറ എന്ന് കേൾക്കുമ്പോഴത്തിന് ആകനെ വിരളി ഇളകണുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, അയാൾ മുഅ്മിനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബൂ ഹുറൈറയെ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ റളിയല്ലാഹു അൻഹു. നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ച വ്യക്തി കൂടിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു തമാശ എന്നുള്ളവർക്ക് പറയണേ, ഇയാളെ കൂട്ടത്തിൽ ഞാൻ പോകുമ്പോൾ ബേജാറാണോ? കാരണം
ശിഷ്യകളെ മുഴുവനും ചിലപ്പോൾ എന്താക്കും, ഹദീസിൽ ശിഷ്യകളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രമിച്ചതായിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ പ്രശ്നമല്ല, കല്യാണം കഴിക്കണമെന്നില്ല, ശിഷ്യത്വം ഉണ്ടായാൽ തന്നെ ആ നിലക്ക് എന്താക്കാം, അവരുമായി കൊണ്ട് ബന്ധപ്പെടാമെന്നൊക്കെ ഞാൻ അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞെന്നും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോണ ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ ഭാര്യമാരെയും പെങ്ങന്മാരും ഒന്നും ഒപ്പം കൊണ്ടാകാതൊക്കെ ആയിരിക്കും ബുദ്ധി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള. അല്ലാഹു അലം.